ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് യേശുവിൻ്റെ ക്രൂശീകരണത്തിലെ രണ്ടാമത്തെ മൊഴിയാണ്. അച്ഛാ, ഒരു സംശയം. ഈ ക്രൂശീകരണത്തിലെ രണ്ടാമത്തെ മൊഴിയിൽ എന്നോടുകൂടെ പറുദീസ ഇരിക്കുന്നത് പറയുന്നത് ഇടത്തെ കളനാണോ വലത്തെ കളനാണോ? ഈ ഇടത്ത് വലത്ത് അച്ഛൻ ഇതിനെക്കുറിച്ച് പറയും ഉറപ്പാണ്. എന്നാലും ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഇത് നമ്മുടെ മനോഭാവം എങ്ങനെ, ഈ മനോഭാവത്തിലെ പ്രശ്നം കൊണ്ടായി ഇതിനകത്തെല്ലാം വിഷയം. അതെന്തോ അങ്ങനെ പറഞ്ഞേ? ഈ മനോഭാവത്തിൽ എന്തോ ഇവിടെ കുഴപ്പം? അയാൾ എന്തോ ചോദിച്ചത്? ആ കള്ളൻ ചോദിച്ചത് നീ ക്രിസ്തു ഇല്ലയോ, എന്നെ രക്ഷിക്കണമെന്നല്ല പറഞ്ഞുള്ളൂ. ചോദിച്ചതൊക്കെ ശരി തന്നെ, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഭാഷ, ആ ഒരു ശൈലി ശ്രദ്ധിച്ചു. അതേസമയം മറ്റേ മനുഷ്യരോ നിസ്സാരമായി ആത്മാർത്ഥമായിട്ട് ക്രിസ്തുവോട് സംസാരിക്കുന്നു. നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ നമ്മുടെ സമീപനമുള്ള പ്രശ്നം. സത്യമായിട്ട് അത് വെച്ചാൽ, അതായത് നമ്മൾ പറഞ്ഞു വന്നത് ഇടത്തെ ഭാഗത്തെയോ വലത്തെ ഭാഗത്തെയോ കള്ളൻ എന്നതിനേക്കാൾ അപ്പുറമായി രണ്ട് ആറ്റിറ്റ്യൂഡ്സ് ആണ്. ഒന്നാമത്തെ ആളുടെ ആറ്റിറ്റ്യൂഡ്, ഞാൻ തെറ്റ് ചെയ്തു, നീ തെറ്റ് ചെയ്തു, നീ രക്ഷപ്പെടുവാണെങ്കിൽ ഞങ്ങളെ കൂടെ രക്ഷപ്പെടുത്തണം. ഇനി അതല്ല, നമുക്ക് ഒരുമിച്ചങ്ങ് ഈ തെറ്റിൻ്റെ ഭാഗമായി ജീവിക്കാം. ഒരു അനുകമ്പ മനോഭാവം. എന്നാൽ രണ്ടാമത്തെ ആൾ പറയുകയാണ്, ന്യായമായും ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, എന്നാൽ നീ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങളെ കൂടി ഓർക്കണം. ന്യായം നീതിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ മനുഷ്യൻ ന്യായമായി തെറ്റ് ചെയ്തപ്പോൾ അത് ഏറ്റു പറഞ്ഞപ്പോൾ നീതിമാനായ ദൈവം അവനോട് ക്ഷമിച്ചു. ഈ ഒരു ഭാഗത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഈ നമ്മളുടെ അവസാന നിമിഷങ്ങളിൽ പോലും നാം നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ബോധ്യമുള്ളവരായി അനുദപിച്ചാൽ ദൈവം നമുക്ക് പറുദീസ നൽകും. പാപത്തെ ഏറ്റുപറയുമ്പോൾ ദൈവം അത് പുണ്യമാക്കി മാറ്റും. പാപത്തെ ദൈവം ക്ഷമിക്കുന്നു, പാപിയായി പോയ മനുഷ്യനെ അവൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ, നോമ്പ് കാലങ്ങളിൽ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നമ്മൾ ന്യായീകരണ തൊഴിലാളികളാകാതെ നീതിയുള്ള ദൈവത്തിന് മുമ്പാകെ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയാം. അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഭവനങ്ങൾ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങൾ, നമ്മുടെ ദേവാലയങ്ങൾ എല്ലാം ഒരു ഏറ്റുപറച്ചിലൂടെ പുണ്യമാകാനും പറുദീസയുടെ അനുഭവമാക്കി തീർക്കാനും നമുക്ക് സാധിക്കും. ഈ ഭാഗം പറയുന്നത്, തൻ്റെ തെറ്റുകളെ ഏറ്റുപറയുന്ന ഒരാളെ പോലും ദൈവം ഒരു നാളും ഉപേക്ഷിച്ചില്ല. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവസാന തുള്ളി രക്തം നൽകി വീണ്ടെടുക്കുന്ന വിശ്വസ്തൻ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാടാം: ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഏറ്റുപറച്ചിലുകൾ ഞങ്ങളെ പുണ്യമുള്ളതാക്കുവാനും ഞങ്ങൾ നിൽക്കുന്നിടങ്ങളും പറുദീസയുടെ അനുഭവമാക്കി തീർക്കാനും നീ സഹായിക്കണമേ. ആമേൻ.